ഉഗ്രവിസ്ഫോടനത്തോടെ ജൂലൈ 30-ന് കലിതുള്ളിയെത്തിയ പ്രകൃതിയുടെ കോപത്തിൽ വെണ്ണീരായ ഒരൊറ്റ രാത്രിയിൽ എല്ലാം നാമാവിശേഷമായ ഹരിതഭംഗി നിറഞ്ഞ വയനാട് പ്രതീക്ഷയും ആഗ്രഹങ്ങളും ബാക്കിയാക്കി ഒരു പറ്റം ജീവനുകൾ കവർന്നെടുത്തു. ഇന്ന് ജീവന്റെ തുടിപ്പ് കണ്ടെത്താനുള്ള 5-ാം ദിവസമാണ്. ഇന്നലെ 14 പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. ചാലിയാറിൽ നിന്നും 7 മൃതദേഹങ്ങളും 10 ശരീരഭാഗങ്ങളും ഉൾപ്പെടെ 189 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. ഇതിൽ 69 മൃതദേഹങ്ങളും 120 ശരീരഭാഗങ്ങളും ഉൾപ്പെടും. ആകെ മരണസംഖ്യ 300 കൂടുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒരിക്കൽ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ സർക്കാർ പരിസ്ഥിതിയെ മറന്നുള്ള നിർമ്മാണത്തിന് കൂട്ടുനിൽക്കുകയാണെന്നും ഇതിന്റെ മുന്നോടിയായി ക്വാറികളുടെ പ്രവർത്തനവും നിരന്തരമായ പാറ പൊട്ടിക്കലും മൂലം വയനാടിനെ മണ്ണ് ആഘാതമേൽപ്പിക്കുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഇതിനൊരു പുല്ലുവില പോലും കൊടുക്കാതെയാണ് പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ അധികൃതർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇതിന്റെ പരിണിത ഫലം ഒരു നാടിനെ തന്നെ ചുഴന്നെടുത്തു. അന്ന് പുച്ഛിച്ചവരും പരിഹസിച്ചവരും ഇപ്പോൾ ഈ റിപ്പോർട്ടിനെ ചർച്ചയാക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും മാധവ് ഗാഡ്ഗിൽ വാർത്താ ചാനലിനോട് പ്രതികരിച്ചു. ഒപ്പം അദ്ദേഹം ഒന്നും കൂടി വ്യക്തമാക്കി, ഇനിയൊരു ദുരന്തമുണ്ടായാൽ ചൂരൽമല ടൗൺ അവശേഷിക്കില്ലെന്നും മുന്നറിയിപ്പ് നൽകി. വേഗത്തിൽ നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണെന്നും അതിന് 4-5 വർഷം മതിയാകില്ലെന്നും ഗാഡ്ഗിൽ പറഞ്ഞു. ഇതിന്റെ ഇടയിലാണ് ഇപ്പോൾ 2005-ലെ ദുരന്ത നിവാരണ നിയമം ഭേദഗതി ചെയ്യാനുള്ള ബിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതുപ്രകാരം തലസ്ഥാന നഗരങ്ങൾക്കും കോർപ്പറേഷനുകൾക്കും പ്രത്യേക അർബൻ ദുരന്ത നിവാരണ അതോറിറ്റികൾ നിലവിൽ വരും. അവർ ദുരന്തങ്ങൾ സംബന്ധിച്ച് വിലയിരുത്തൽ, ഫണ്ട് വിവരങ്ങൾ, ചെലവുകൾ, തയ്യാറെടുപ്പ്, അപകട സാധ്യത അടക്കം രേഖപ്പെടുത്തി ദേശീയ സംസ്ഥാന തലത്തിൽ ഡാറ്റ തയ്യാറാക്കും. ഇതോടെ സംസ്ഥാന ദുരന്ത നിവാരണ സേനയ്ക്ക് നിയമസാധുതയും ബിൽ പ്രകാരം ലഭിക്കും. ഒപ്പം അതോറിറ്റികൾക്കായിരിക്കും അതാത് ദേശീയ സംസ്ഥാന തലത്തിൽ ദുരന്ത നിവാരണ പദ്ധതി തയ്യാറാക്കാനുള്ള ഉത്തരവാദിത്തം നൽകുക. ശേഷം ബിൽ അംഗീകരിക്കുന്നതോടെ കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ കോർപ്പറേഷനുകളിൽ അർബൻ അതോറിറ്റികൾ നിലവിൽ വരും.